അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകാരെ, നമ്മുടെയെല്ലാം ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. എത്ര തിരക്ക് പിടിച്ച, എത്രമാത്രം സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി കിടന്നുറങ്ങുന്നതുവരെ എന്തെല്ലാം ചിന്തകളാണ്, എന്തെല്ലാം വെല്ലുവിളികളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭയം ഇരച്ചുകയറാറില്ലേ? നെഞ്ചൊന്ന് പിടയുന്ന, ശ്വാസമെടുക്കാൻ പോലും പ്രയാസം തോന്നുന്ന തരം ഒരു പരിഭ്രാന്തി, ഒരുതരം വല്ലാത്ത ആശങ്ക. നാളെ എന്താകും എന്നറിയാത്ത അവസ്ഥ. പെട്ടെന്ന് കേൾക്കുന്ന ഒരു അപ്രതീക്ഷിത വാർത്ത, അല്ലെങ്കിൽ ഒരു ബിസിനസ് തകർച്ച, കുടുംബത്തിലുണ്ടാകുന്ന ഒരു അസുഖം, അതുമല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള വെറുമൊരു ചിന്ത മാത്രം മതിയാകും നമ്മെ പൂർണ്ണമായും തളർത്താൻ. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും പകച്ചുപോകാറില്ലേ? ആരോട് പറയും, എന്തു ചെയ്യും എന്നറിയാതെ നമ്മുടെ ഉള്ളം ഉരുകിയിരിക്കാറില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസ്ഥകളിൽ തളർന്നു പോകേണ്ടവനല്ല അവൻ. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, നമ്മുടെ ശ്വാസത്തെപ്പോലും കാത്തുരക്ഷിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് മുൻപ് ഈ ഭൂമിയിലൂടെ കടന്നുപോയ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീതിജനകമായ എത്രയോ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അവർ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ആ ഭയത്തെ അതിജീവിച്ചത്? അവർ എങ്ങോട്ടേക്കാണ് തിരിഞ്ഞത്? അവർ റബ്ബിനോട് കണ്ണീരോടെ ചോദിച്ച ആ പ്രാർത്ഥനകൾ, ആ ദുആകൾ എന്തൊക്കെയായിരുന്നു? അത് നമ്മൾ തിരിച്ചറിയുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് യഥാർത്ഥ ശാന്തി ലഭിക്കുന്നത്. നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് മനസ്സോടിക്കാം. എത്രയോ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ക്രൂരനായ, അഹങ്കാരിയായ ഫിർഔന്റെ മുന്നിലേക്ക് റബ്ബിന്റെ സന്ദേശവുമായി കടന്നു ചെല്ലാൻ അള്ളാഹു കൽപ്പിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുണ്ടായ ഒരു വികാരമുണ്ട്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയുടെ മുന്നിലേക്കാണ് പോകേണ്ടത്. സാധാരണക്കാരനായൊരു മനുഷ്യൻ എന്ന നിലയിൽ മനസ്സിൽ ഒരു ഭയവും ആശങ്കയുമൊക്കെ സ്വാഭാവികമാണ്. മാത്രമല്ല, തനിക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസത്തെക്കുറിച്ചും മൂസാ നബിക്ക് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ മൂസാ നബി തന്റെ മനസ്സിലെ ഭയവും ആശങ്കയും മാറ്റാൻ, ആ ദൗത്യം എളുപ്പമാക്കാൻ റബ്ബിന്റെ മുൻപിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച അതിമനോഹരമായ ഒരു ദുആ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിലി അംരി വഹലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത്! എന്റെ റബ്ബേ, നീ എനിക്ക് എന്റെ നെഞ്ച് വിശാലമാക്കി തരണമേ, എന്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി തരണമേ, എന്റെ നാവിന്റെ കെട്ട് നീ അഴിച്ചു തരണമേ, അവർ എന്റെ വാക്ക് മനസ്സിലാക്കുന്നതിനായി. നോക്കൂ, ജീവിതത്തിൽ പെട്ടെന്നൊരു വലിയ ഉത്തരവാദിത്തം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യാൻ നമുക്ക് ഭയം തോന്നുമ്പോൾ, ഇന്റർവ്യൂവിനോ പരീക്ഷയ്ക്കോ പോകുമ്പോൾ മാനസികമായി വല്ലാതെ സങ്കടവും ഭയവും നെഞ്ചിടിപ്പും അനുഭവപ്പെടുമ്പോൾ നമ്മൾ നെഞ്ചിൽ കൈവച്ച് ഓതേണ്ട ഏറ്റവും വലിയ മരുന്നാണ് ഈ ദുആ. എന്റെ നെഞ്ച് നീ വിശാലമാക്കി തരണമേ എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയവും ആശങ്കയും അള്ളാഹു എടുത്തുമാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിനൊരു പ്രത്യേക ശാന്തതയും ധൈര്യവും വരികയാണ്. മൂസാ നബിയുടെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടം ആലോചിച്ചു നോക്കൂ. ഫിറഔന്റെ സൈന്യം പിന്നാലെ വരുന്നു. മുന്നിലാണെങ്കിൽ ആർത്തലച്ചു പെയ്യുന്ന ചെങ്കടൽ. ഇനി മുന്നോട്ടു പോകാൻ വഴിയില്ല, പിന്നോട്ടു പോകാനും കഴിയില്ല. കൂടെയുള്ള അനുയായികൾ ഭയന്നു വിറച്ചു നിലവിളിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, മൂസ, തീർച്ചയായും നമ്മൾ പിടിക്കപ്പെടാൻ പോകുകയാണ്, നമ്മൾ തീർന്നുപോയി. ആ സന്ദർഭത്തിൽ ഏതൊരു മനുഷ്യനും ഭയന്നുപോകും, മരണത്തിന്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന നിമിഷം. പക്ഷേ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുൽ അഥവാ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാം നൽകിയ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? കല്ല, ഇന്ന മഇയ്യ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, തീർച്ചയായും എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ദൃഢവിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ചെങ്കടൽ മുന്നിലും ശത്രുക്കളെപ്പോലെ കടങ്ങളും പ്രയാസങ്ങളും പുറകിലും വന്ന് നമ്മെ വട്ടമിട്ടു നിൽക്കുമ്പോൾ, ഇനി ഒരു രക്ഷയുമില്ല എന്ന് ദുനിയാവ് വിളിച്ചു പറയുമ്പോൾ, നമ്മൾ നെഞ്ചിൽ കൈവച്ച് ഉറപ്പോടെ പറയണം, എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന്. ആ ഒരു വിശ്വാസത്തോടെ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ കടൽ പിളർന്നുമാറി വഴി ഒരുങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കടലുകളെയും പിളർത്തിമാറ്റി അള്ളാഹു നമുക്ക് സമാധാനത്തിന്റെ വഴി തുറന്നുതരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ മാതൃകയാക്കേണ്ട മറ്റൊരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അള്ളാഹു ദുനിയാവിൽ മറ്റാർക്കും നൽകിക്കാത്ത അത്രയും വലിയ സാമ്രാജ്യത്വവും അധികാരവും സമ്പത്തും നൽകി അനുഗ്രഹിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. മനുഷ്യരെയും ജിന്നുകളെയും മൃഗങ്ങളെയും പക്ഷികളെയും കാറ്റിനെപ്പോലും നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകി. നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നും, ഇത്രയും വലിയ അധികാരവും സമ്പത്തുമുള്ള ഒരാൾക്ക് എന്ത് ഭയവും എന്ത് ആശങ്കയുമാണ് ഉണ്ടാകാനുള്ളതെന്ന്, അല്ലേ?
പക്ഷേ ഓർക്കുക, സമ്പത്തും അധികാരവും കൂടുമ്പോൾ അതിനനുസരിച്ച് ഉത്തരവാദിത്തങ്ങളും അത് നിലനിർത്താനുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ് ചെയ്യുക. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനു ഭയമോ അഹങ്കാരമോ ഒന്നും പിടികൂടിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും റബ്ബിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅ്മതക്കല്ലദി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅ്മല സ്വാലിഹൻ തർല്ലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അതായത്, എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ. നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ. നോക്കൂ, ഇത്രയും വലിയ രാജാവായിട്ടും എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടായിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാം ആശങ്കപ്പെട്ടത് തനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിയാതെ പോകുമോ എന്നാണ്. അല്ലാഹു തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുമോ എന്നാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ വിജയങ്ങളോ ധനമോ ഒക്കെ വരുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായും ഒരാശങ്ക വരാം. ഇതൊക്കെ നാളെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഇതുകാരണം എനിക്ക് നാശം സംഭവിക്കുമോ എന്നൊക്കെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഈ ദുആ നമ്മുടെ നാവിലെപ്പോഴും ഉണ്ടാകണം. നന്ദിയുള്ളവരാകാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ മനസ്സിലെ ഭയം മാറ്റുകയും നമ്മുടെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയത്തിന്റെ വലിയൊരു കാരണം നാളെയെക്കുറിച്ചുള്ള അമിതമായ വേവലാതിയാണ്. നാളെ എനിക്ക് ജോലി നഷ്ടപ്പെടുമോ? നാളെ എന്റെ മക്കളുടെ ഭാവി എന്താകും? നാളെ എനിക്ക് മാരകമായ വല്ല അസുഖവും വരുമോ? എന്റെ കയ്യിലെ സമ്പാദ്യം തീർന്നു പോകുമോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നത്. ഇവിടെയാണ് പ്രവാചകന്മാരുടെ ജീവിതം നമുക്ക് വെളിച്ചമാകുന്നത്. അവർക്ക് അല്ലാഹുവിന്റെ മേൽ തവക്കുലുണ്ടായിരുന്നു. തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ കയ്യും കെട്ടിയിരിക്കലല്ല, നമ്മളാൽ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫലം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അല്ലാഹുവിന്റെ അനുവാദം വേണം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും നിങ്ങളുടെ അനുവാദമില്ലാതെ കടന്നുവരുന്ന ഭയവുമൊക്കെ അല്ലാഹു അറിയാതെയാണോ സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം നൽകുന്നത്. അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ ഭയം, പട്ടിണി, ജീവനഷ്ടം, ധനനഷ്ടം, വിഭവങ്ങളുടെ കുറവ് എന്നിവയിലൂടെ തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. നമ്മുടെ ഉള്ളിൽ ഭയം തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് വുളൂഅ് ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് റബ്ബിന്റെ മുൻപിലേക്ക് കൈകൾ ഉയർത്തുക. അല്ലാഹുവേ, എനിക്ക് ഭയമാകുന്നു, എന്റെ ഈ ആശങ്ക മാറ്റാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞു കരയുക. ആ കണ്ണീരിന് വലിയ വിലയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള എത്രയോ ദിക്റുകളും ദുആകളും ഭയം മാറ്റാൻ നമുക്ക് മുന്നിലുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ മാത്രമാണ് എന്ന് ആത്മാർത്ഥമായി ഉരുവിട്ടു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു തണുപ്പ് പടരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞപ്പോൾ അദ്ദേഹം അത്യുറച്ച വിശ്വാസത്തോടെ ഓതിയത് ഈ വചനമായിരുന്നു. ആ വലിയ തീക്കുണ്ടത്തെ അല്ലാഹു തണുപ്പുള്ളതും സമാധാനമുള്ളതുമായ ഒന്നാക്കി മാറ്റിയില്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഭയമാകുന്ന തീയെ കെടുത്താനും ഈ വചനത്തിന് സാധിക്കും. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു മനോഹരമായ ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ ഖസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹ്രി റിജാൽ. അല്ലാഹുവേ, ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും കടബാധ്യതയിൽ നിന്നും മനുഷ്യരുടെ അടിച്ചമർത്തലിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ ദുആ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ മനസ്സിലെ എല്ലാവിധ ഡിപ്രഷനും ആങ്സൈറ്റിയും ഭയവുമൊക്കെ മാറ്റിത്തരാൻ ഈ ഒറ്റ പ്രാർത്ഥന മതിയാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദുനിയാവ് എന്ന് പറയുന്നത് ശാശ്വതവും ആയ ഒരു സ്ഥലമല്ല. ഇവിടെ സന്തോഷവും സങ്കടവും മാറി മാറി വരും. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നത് വിശ്വാസിയുടെ ലക്ഷണമല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെപ്പോലെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെപ്പോലെയുമുള്ള മഹത്തുക്കളുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് റബ്ബിനോട് മനസ്സു തുറന്ന് സംസാരിക്കുക. അല്ലാഹുവേ, എന്റെ ഹൃദയം വല്ലാതെ അസ്വസ്ഥമാണ്, നീയല്ലാതെ എനിക്കാരുമില്ല, നീ മാത്രമാണ് എന്റെ കാവൽക്കാരൻ എന്ന് ഉറപ്പിച്ചു പറയുക. നമ്മുടെ ഹൃദയങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കൈകളിലാണ്.
അവൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ എല്ലാ ഭയത്തെയും നിമിഷനേരം കൊണ്ട് സമാധാനമാക്കി മാറ്റാൻ അവന് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനെക്കുറിച്ചും ഓർത്ത് വല്ലാതെ ആകുലപ്പെടാതിരിക്കുക. അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അവനിലേക്ക് മടങ്ങുക, ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ജീവിതത്തിൽ ശീലമാക്കുക. തീർച്ചയായും അല്ലാഹു നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളെയും ഭയങ്ങളെയും അവൻ സന്തോഷമാക്കി മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.